ഡയറക്റ്റ് റെക്കോർഡിംഗ് ഇൻ ഫാസിമൽ സിസ്റ്റം സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൻ്റെ കേസിൽ ലൈറ്റ് എക്സ്പോഷർ കഴിഞ്ഞതിന് ശേഷം കെമിക്കൽ ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ. ഈ കേസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ ഡോക്യുമെൻസിനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഡയറക്റ്റ്ലി കൺട്രോൾസ് ദ സ്റ്റൈലസ് അല്ലെങ്കിൽ ഒരു പെൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാണ്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നലിന് അനുസരിച്ചിട്ടുകൊണ്ടാണ് റിസീവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത ട്രാൻസ്മിറ്ററിൻ്റെ കേസിൽ പറഞ്ഞു ആ ലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലാണ്. സോ ആ ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഈ സ്റ്റൈലസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റിസീവർ യൂണിറ്റ്, റിസീവ്ഡ് സിഗ്നൽ, ആംപ്ലിഫയർ, സ്റ്റൈലസ് ഡ്രൈവർ, സ്റ്റൈലസ് ഓൺ റെക്കോർഡിംഗ് ഡ്രം, പേപ്പർ ഔട്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സിഗ്നൽ റിസപ്ഷനിൽ മോഡുലേറ്റഡ് ഫാക്ട് സിഗ്നൽ റിസീവ്ഡ് ആൻഡ് ഡിമോഡുലേറ്റഡ് ദെൻ ആംപ്ലിഫൈഡ്. സ്റ്റൈലസ് കൺട്രോൾ ആണ് ശ്രദ്ധിക്കാനുള്ളത്. സ്റ്റൈലസ് കൺട്രോളിൽ സ്റ്റൈലസ് റിസീവ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഹൈ സിഗ്നൽ ആകുമ്പോൾ ഒരു സ്ട്രോങ് മാർക്ക് വരണം, സോ ഡാർക്ക് ഏരിയ ആയിരിക്കും. ലോ സിഗ്നൽ ആകുമ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ നോ മാർക്ക്, ദാറ്റ് ഇസ് വൈറ്റ് ഏരിയ. നോക്കൂ, ട്രാൻസ്മിറ്ററിൻ്റെ കേസിൽ സ്കാനറിൻ്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഹൈ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്, സോ വൈറ്റ് ഏരിയ ആയിരിക്കും. ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഏരിയ എന്ന് പറഞ്ഞു. അത് നേരെ ഓപ്പോസിറ്റ് ആണ് റിസീവറിലെ കേസിൽ വരുന്നത്. കാരണം ട്രാൻസ്മിറ്ററിൻ്റെ കേസിൽ വരുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ്റെ കാര്യമാണ്. റിസീവറിൻ്റെ കേസിൽ വരുന്നത് അവിടെയുള്ള ആ മാർക്കിംഗ് ആണ് വരുന്നത്. സോ പെർപ്പസ്ഫുള്ളിയാണ് അത് നേരെ ഓപ്പോസിറ്റായി വെച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്യണം. MCQൻ്റെ കേസിൽ മാറിപ്പോവും, അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി റെക്കോർഡിംഗ് പ്രോസസ്. ദ സ്റ്റൈലസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പേപ്പർ. ആ പേപ്പർ എന്ന് പറയുന്നത് ഓരോ കേസിൽ ഇലക്ട്രിക്കലി ട്രീറ്റ് ചെയ്തതാവും അല്ലെങ്കിൽ കെമിക്കലി ട്രീറ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിൽ ചെയ്തിരിക്കുന്ന പേപ്പറിലായിരിക്കും ഈ സ്റ്റൈലസ് വിസിബിൾ മാർക്സ് ഡയറക്റ്റ്ലി ചെയ്യുന്നത്. ഓക്കെ, അതിൽ വരുന്ന ടൈപ്സ് ഓഫ് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റൈലസ് റെക്കോർഡിംഗ്, സ്പാർക്ക് റെക്കോർഡിംഗ്, ഇങ്ക് പെൻ റെക്കോർഡിംഗ്. സ്റ്റൈലസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെറ്റൽ സ്റ്റൈലസ് ബേൺസ് marks the paper electrically. Spark recording, small electric discharge അല്ലെങ്കിൽ spark create dark dots on special paper. Ink pen recording, an ink pen is moved by electromagnetic deflection to draw lines. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൺട്രോൾ ഇവിടെ നോക്കൂ. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോപ്പി വരും, സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഓപ്പറേഷൻ, കോമ്പാക്ട് ലോ കോസ്റ്റ് എക്യുപ്മെൻറ്റ്. ഇതിൽ പ്രശ്നം വരുന്നത് ഡിസഡ്വാൻറ്റേജിൽ പ്രധാനമായിട്ട് വരുന്നത് റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും. ഗ്രേ ടോൺസ്, ഏറ്റവും കൂടുതൽ റെസൊല്യൂഷനും എല്ലാ തരത്തിലുള്ള ഗ്രേ ടോൺസും കിട്ടുന്നതും ഫോട്ടോഗ്രാഫിക് ഫിലിമിലാണ്. ഈ കേസിൽ റെസൊല്യൂഷൻ കുറവായിരിക്കും. പിന്നെ വിയേഴ്സ് ഔട്ട് സ്റ്റൈലസ് ഓർ പെൻ ഓവർ ടൈം, മൂവിങ് പാർട്ടാണ്, അതുകൊണ്ട് തന്നെ വിയറിങ്ങിനും ടേറിനും ഒക്കെ ചാൻസ് ഉണ്ട്. ആൻഡ് നോട്ട് ഐഡിയൽ ഫോർ ഹൈ ക്വാളിറ്റി ഫോട്ടോ റീപ്രൊഡക്ഷൻ, ഐഡിയൽ അല്ല, പക്ഷെ വളരെ എളുപ്പത്തിൽ കിട്ടും. സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ഓപ്പറേഷനാണ്. ഓക്കെ, ഇനി ഇതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ആര്? ഇതിൻ്റെ ഓപ്പറേഷനെ, സ്റ്റൈലസിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഏതൊരു റെക്കോർഡിങ്ങിലും കൺട്രോളിങ് വരുന്നത് ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അനുസരിച്ചിട്ടാണ് അവിടെ കൺട്രോളിങ് വരുന്നത്. സോ മീഡിയം യൂസ് കണ്ടക്റ്റീവ് ഓർ ഓർഡിനറി പേപ്പർ. ഓക്കെ.